വിവാഹിതർ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മാധവന് സംഗതിയും കൂടെ സംസാരിക്കണം. മാധവൻ പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നേ പറ്റൂ. അവൻ ആരുടെയും കുറിച്ച് ചിന്തിച്ചില്ല, അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചതേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് വിഷമമാവും, എത്ര സന്തോഷമായിട്ടിരുന്നതാണ്, എല്ലാം അവൻ നശിപ്പിച്ചല്ലോ എന്ന് മാധവൻ പറയുന്നുണ്ട്. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, നമ്മുടെ മോനെക്കുറിച്ച് ചിന്തിക്കണ്ടായോ, അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് വയ്ക്കുകയാണ്. നമ്മൾ അവനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടല്ല അവൻ കാരണം ഇവിടെ ആർക്കൊക്കെ വിഷമം ഉണ്ടായെന്നൊക്കെ അമ്മയ്ക്കും അതേപോലെ അഞ്ജനയ്ക്ക്. ഇത്രയും നാൾ ആ പെങ്കൊച്ച് വിചാരിച്ചത് അജയായിട്ടുള്ള വിവാഹം നടക്കുമെന്ന്. പെട്ടെന്ന് ഈ വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ താങ്ങാൻ പറ്റൂ? അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ, ഈ കുടുംബത്തിൽ ഓരോരുത്തർ വേദനിക്കുന്നുണ്ടെന്നൊക്കെ മാധവൻ പറയുമ്പോൾ തന്നെ സംഗീത ഭയങ്കര ചൂടായിട്ട് പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ, നമ്മുടെ മോനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവന് നല്ലൊരു ഭാവി വേണ്ടേ, അവനൊരു സന്തോഷം വേണ്ടേ, അവൻ്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണ്ടേ? നിങ്ങളെന്താ നമ്മുടെ മോനെക്കുറിച്ച് ചിന്തിക്കാതെ ബാക്കിയുള്ളവരെക്കുറിച്ച് എല്ലാം ചിന്തിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് സംഗീത ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം മാധവൻ പറയുന്നുണ്ട്, ഞാൻ അവനെക്കുറിച്ച് ചിന്തിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ അവനെക്കുറിച്ച് ചിന്തിച്ചു, അതേപോലെ തന്നെ അഞ്ജനെക്കുറിച്ചും ചിന്തിച്ചു. ഒരു വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയുന്നത് ആദ്യം പെൺകുട്ടിയെ ആയിരിക്കും. അത് ഓർമ്മ വേണം. ആ പെൺകൊച്ച് എന്ത് തെറ്റ് ചെയ്തിട്ട് അതൊക്കെ കേൾക്കേണ്ട വരുന്നത്? അപ്പം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, നമുക്ക് 2 മക്കളുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം പോയി. ഇനി ഉള്ള അവനെയും കൂടെ നമ്മൾ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവൻ്റെ ഇഷ്ടത്തിന് വിട്ടൂടെ? എല്ലാവരും കൂടെ എന്തിനാ അവൻ്റെ മുകളിൽ ഓരോരോ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ സംഗീത കരയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അവനും അഞ്ജനും തമ്മിലുള്ള വിവാഹം നടക്കും. അവന് ഇഷ്ടമല്ല അല്ലെങ്കിൽ പോലും ആ വിവാഹം ഇനി നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് മാധവൻ ഭയങ്കര വാശിയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഗീത ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഗീത പറയാണ്, എല്ലാവരും കൂടെ ചേർത്ത് എൻ്റെ മോനെ കുരുക്കിലാക്കുവാണോ, എല്ലാവരും കൂടെ ചേർന്ന് അവനെ വേദനിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് സംഗീത. സംഗീതയ്ക്ക് നല്ല വിഷമത്തോടെയാണ് സംഗീത ഇരിക്കുന്നത്. പക്ഷേ മാധവൻ ആ വിവാഹം അഞ്ജനയും അജയും തമ്മിലുള്ള വിവാഹം നടത്തും എന്നുള്ളൊരു വാശിയിൽ തന്നെ ഇരിക്കുകയാണ്. അഞ്ജനയും അതേപോലെ ഭവാനിയും നല്ല ടെൻഷനിലാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അമ്മേ എനിക്കിനി അജയ് കിട്ടത്തില്ലയോ? നീയൊന്ന് അടങ്ങിയിരിക്കും മോളെ, ഇവിടുത്തെ മുത്തശ്ശിയുടെ തീരുമാനം എന്താണെന്നറിയട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം. അതിനുശേഷം ഈ ഭവാനിയുടെ ഒരു കളിയുണ്ട്, മുത്തശ്ശിയുടെ തീരുമാനം നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭവാനി പറയുന്നുണ്ട്. അപ്പം അഞ്ജന പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അജയെ നഷ്ടപ്പെടാൻ പാടില്ല, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ എനിക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി അഞ്ജനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആകപ്പാടെ ടെൻഷനിലാണ്, എന്തൊക്കെയോ ഇരുന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി സാധാ സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനമൊക്കെ തേച്ച് മുറിയിൽ നിന്ന് ഒരു ബാഗുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ സംഗീത അങ്ങോട്ട് വരുന്നുണ്ട്, എന്താ അമ്മ എവിടെ പോകുന്നു ബാഗൊക്കെ ആയിട്ട്? അപ്പം സംഗീതയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഏതെങ്കിലും അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോവുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്, ഭജന ഇരിക്കാനോ? അതെ, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? എൻ്റെ തീരുമാനങ്ങൾക്ക് ഒന്നും ഒരു വിലയില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ വേണ്ട എന്ന് പറയാണ്. ഞാൻ കൊടുത്ത വാക്കിനും ഒരു വിലയില്ല, പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്? ഞാൻ വല്ല അമ്പലത്തിലും ഭജന ഇരിക്കാൻ പോവുകയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സംഗീത ഉറക്കെ മാധവനെ വിളിക്കുന്നുണ്ട്, മാധവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാധവനും ഓടി വരുന്നുണ്ട്. എന്താ എന്താ സംഗീത നിൽക്കണം? അമ്മ താണ്ടെ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന്. അമ്പലത്തിലേക്കോ? എന്തിന്? ഏതോ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോവുകയാണെന്ന്, ഇവിടെ നിന്ന് പോവുകയെന്ന് അമ്മ പറയുന്നതെന്ന് സംഗീത പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഭവാനിയും അതേപോലെ അഞ്ജനയും സത്യദാസും എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. അതവൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? നമുക്കെല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അജയ് അതിനെ സമ്മതിക്കാതിരിക്കത്തില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി അജയായിട്ട് ഞാനൊരു സംസാരത്തിനില്ല, അവൻ്റെ തീരുമാനം അറിയിച്ചു. എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കത്തില്ല. ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് ഭജന നടത്തിയാൽ അതിനൊരു പുണ്യമെങ്കിലും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ ഭവാനിക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ മുത്തശ്ശി കാണിച്ചാൽ അജയ് സമ്മതിക്കുമെന്ന് ഭവാനിക്കറിയാം. അഞ്ജനയാണെങ്കിൽ വന്ന് മുത്തശ്ശിയെ തടയാൻ നോക്കുന്നുണ്ട്. മുത്തശ്ശി പോവല്ലേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി ഇതൊന്നും കേൾക്കാതെ എല്ലാവരും തള്ളി മാറ്റി കാറിൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് നീങ്ങുകയാണ്. അപ്പം സംഗീത വന്ന് പറയുന്നുണ്ട്, അമ്മേ അജയായിട്ട് നമുക്ക് സംസാരിക്കാം, അമ്മ എങ്ങോട്ട് പോകല്ലേ, അമ്മ ഇവിടെ നിൽക്കുന്നു പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ആരുമായിട്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല, എൻ്റെ തീരുമാനം ഇതാണ്, ഞാൻ ഇവിടുന്ന് പോവുകയെന്ന് പറഞ്ഞ് മുത്തശ്ശി കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ എല്ലാവരും പുറകെ നടന്ന് പോവല്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി ഒരു രീതിയിലും ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഡോറ് വന്ന് തുറക്കുമ്പോൾ
പുറകെ നിന്ന് മുത്തശ്ശിന്ന് അജയ് വിളിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് മുത്തശ്ശി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം അജയ് മുത്തശ്ശിയുടെ അടുത്തോട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ എന്താണ് അജയ് പറയുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അടുത്തോട്ട് വന്നിട്ട് പറയാണ്, മുത്തശ്ശി എങ്ങോട്ടും പോകണ്ടെന്ന് പറയാണ്. ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ തയ്യാറാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രത്യേകിച്ച് അഞ്ജനയ്ക്കും അതുപോലെ ഭവാനി വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഭവാനിക്ക് തോന്നുവാണ്. അങ്ങനെ അഞ്ജനയ്ക്കും ഭവാനിക്കും എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോൻ എന്താ പറഞ്ഞേ? അതെ, മുത്തശ്ശിക്ക് വേണ്ടി എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തയ്യാറാണ്. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയാണ്. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്നെൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തയ്യാറാണെന്ന് പറയാണ്. മുത്തശ്ശിക്ക് വേണ്ടി ആ തീരുമാനം ഞാൻ മാറ്റാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോൻ പറയുന്നത് സത്യമാണോ? നീയും അഞ്ജനയും തമ്മിലുള്ള വിവാഹത്തിന് നീ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അജയ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. നിനക്ക് സമ്മതമാണോ മോനെന്ന് ചോദിക്കുകയാണ്. അപ്പം അജയ് ഒന്നും പറയാതെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സംഗീത എടുത്ത് പറയുന്നുണ്ട്, മോളെ എന്നെങ്കിൽ ഇവ ഇന്നലെ ഊരി മാറ്റി ആ മോതിരം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക, നിശ്ചയമോതിരം. ആ നിശ്ചയമോതിരം അഞ്ജന അവൻ്റെ കയ്യിൽ വീണ്ടും ഇട്ട് കൊടുക്കട്ടെ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നല്ല സങ്കടം വരുന്നുണ്ട് അജയ്ക്ക്. അതേപോലെ ഭവാനിക്കും അഞ്ജനയ്ക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സംഗീത ഓടിപ്പോയി മോതിരം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മാധവനും അതുപോലെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ആ മോതിരം സംഗീതയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അഞ്ജനയെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ ഈ മോതിരം അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്ക്. അവൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ മോതിരം അവൻ്റെ കയ്യിൽ തന്നെയാണ് കിടക്കേണ്ടത്. മോള് ഒന്നും കൂടെ അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ്. അങ്ങനെ അഞ്ജന ആ മോതിരം വാങ്ങിച്ച് അജയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അജയ് ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ. ഭവാനിക്കാണെങ്കിൽ നല്ല സന്തോഷവും. അങ്ങനെ സൗഭാഗ്യപുരത്തുള്ളവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. വീണ്ടും വിവാഹം നടക്കുമെന്ന് ഉറപ്പായി. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും, അജയ് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതിനുശേഷം അജയും ഭൂമിയും തമ്മിൽ കാണുന്നുണ്ട്. അപ്പം ഭൂമി ചോദിക്കുന്നുണ്ട്, സാറ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അജയ് പറഞ്ഞ്, പക്ഷേ പണ്ടത്തേക്കാൾ കൂടുതൽ പ്രശ്നമാവുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് അഞ്ജനയെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞു. അതോടെ പ്രശ്നം കൂടുതൽ വഷളായെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങി. അവസാനം വീണ്ടും മുത്തശ്ശിയുടെ ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട വന്ന് വീണ്ടും ആ ഊരിക്കൊടുത്ത മോതിരം വീണ്ടും അഞ്ജന എൻ്റെ കയ്യിലിട്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭൂമി ഇങ്ങനെ വിഷമത്തോടെ നോക്കുകയാണ്. എനിക്ക് മുത്തശ്ശിയെ എതിർക്കാനും പറ്റുന്നില്ല, ഞാൻ എന്നെ മറന്നുകൊണ്ട് അഞ്ജനയെ വിവാഹം കഴിക്കാനും പറ്റത്തില്ലെന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, സാറിന് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സാറ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇനി പറ്റുന്ന കാര്യം. സാർ അഞ്ജനയും കെട്ടി സുഖമായി ജീവിക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ അഞ്ജനയും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ നയനയെ മറന്നുകൊണ്ടൊരു ജീവിതം എനിക്കില്ലെന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ എന്നുള്ളൊരു തീരുമാനം എടുത്തത്. പക്ഷേ ഇനി ഞാൻ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ് ഒന്നും ഞെട്ടുന്നുണ്ട്. അതെന്താ ഭൂമി അങ്ങനെ പറഞ്ഞത്? സാറിൻ്റെ മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാനും അവിടെ വരുമ്പോൾ എന്നെയും ഒരു കൊച്ചുമോളായിട്ടാണ് മുത്തശ്ശി കാണുന്നത്. ആ മുത്തശ്ശിയെ എനിക്കും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. അപ്പം സാറ് ഇനി എന്നെ വിവാഹം കഴിച്ചു എന്നൊരു നാടകം അവിടെ പറഞ്ഞാലും മുത്തശ്ശിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അന്നേരവും സാറിനത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ നാടകത്തിൽ നിന്ന് പിന്മാറുകയാണ്. സാറ് അഞ്ജനയും കിട്ടി സുഖമായി ജീവിക്കുക, അതാണ് നല്ലത്. പഴയ കാര്യങ്ങളെല്ലാം മറന്ന് സുഖമായി ജീവിക്കാൻ ഞാൻ ഈ നാടകത്തിന് തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടുന്ന് പോവുകയാണ്. അജയ് ഇങ്ങനെ വിഷമത്തോടെ ഭൂമിയെ വിളിക്കുകയാണ്, ഭൂമിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അജയ് ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാവുകയാണ്.